إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവൻ്റെ ഈമാനും തഖ്വയുമാണ്. ഇതിനെ ഒരു ഘട്ടത്തിലും നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. ആ ഈമാനിനെയും തഖ്വയെയും ഏതേത് സാഹചര്യത്തിലും താളം തെറ്റിപ്പോവാതെ, നഷ്ടപ്പെട്ടു പോവാതെ നിലനിർത്താൻ വിശ്വാസി ശ്രമിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ കാലം മനുഷ്യരെ കൊല്ലുന്ന, അനീതി പ്രവർത്തിക്കുന്ന, ചതിയും വഞ്ചനയും തുടർച്ചയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസത്തെക്കാളും സാംസ്കാരികമായ ഒരു ഫാസിസം നമ്മുടെ നാട്ടിലുണ്ട്. അതിനെയാണ് നാം ഭയപ്പെടേണ്ടത്. ഉറങ്ങാതിരിക്കാൻ ജാഗ്രത കാണിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ അറിയാതെ ഉറക്കിലേക്ക് വഴുതി വീഴുന്നത് പോലെ ഈ സാംസ്കാരിക അധിനിവേശം തന്നെ ബാധിക്കാതിരിക്കാൻ, തൻ്റെ മക്കളെ ബാധിക്കാതിരിക്കാൻ നാം ജാഗ്രത കാണിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ അത് നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ, നമ്മൾ കാണുന്ന വീഡിയോയിലൂടെ, നമ്മൾ കാണുന്ന റീൽസിലൂടെ, നമ്മുടെ സുഹൃത്തുക്കളിലൂടെ, പരസ്യങ്ങളിലൂടെ ഇത് നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് മാറാനുള്ള ഒരു പ്രവണത അവൻ്റെ ഉള്ളിലുണ്ട് എന്നതാണ്. തികച്ചും ഇസ്ലാമികമായ ഒരു സാഹചര്യമാണ് അവൻ്റെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും ഉള്ളതെങ്കിൽ സ്വാഭാവികമായും നമ്മളൊക്കെയും അങ്ങനെ ജീവിക്കാനും വളരാനുമാണ് ശ്രമിക്കുക. ഇതിന് വിരുദ്ധമായൊരു സാഹചര്യത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ ജാഗ്രത കാണിക്കുമ്പോൾ തന്നെ അത്തരം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ത്വര നമ്മുടെ അകത്തുണ്ട്. ഇതിനെയാണ് നമ്മൾ വലിയ കരുതലോടുകൂടി നോക്കിക്കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ആദ്യത്തെ അബിസീനിയൻ യാത്രയിൽ കൂടെ പോയ ഒരാളുണ്ടായിരുന്നു. മക്കി കാലഘട്ടങ്ങളിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അയാൾക്ക് അതിനെക്കുറിച്ച് ശരിയായ അറിവും ബോധ്യവും ഉണ്ടാകണം. പിന്നീട് ഏൽക്കേണ്ടി വരുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങാനുള്ള കരുത്തും ഉണ്ടാകണം. ഈ കരുത്ത് കാണിച്ച സഹാബി അബിസീനിയയുടെ പുതിയ സാഹചര്യത്തിൽ ആ രാജ്യത്തിൻ്റെ ഒരു ഔദ്യോഗിക മതമായ ക്രിസ്തു മതം സ്വീകരിച്ചു. മക്കി കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചൊരു വ്യക്തി അബിസീനിയയിൽ ചെന്ന് ക്രിസ്തുമതം സ്വീകരിക്കുക എന്നത് നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. മുർത്തദ്ദാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇങ്ങനെ ഈമാൻ ഇങ്ങനെ താളം തെറ്റുന്ന അനേകം സാഹചര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയും ചെയ്യും. പക്ഷേ
ഊതി കത്തിക്കാൻ ഒരു കനൽ പോലും ബാക്കിയാവാത്ത വിധം നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്, തകർച്ചയാണ്. ഹൻലല റളിയല്ലാഹു അൻഹു മദീന തെരുവിലൂടെ തൻ്റെ ഉള്ളിലൊരു സങ്കടം മറ്റുള്ളവർ കേൾക്കെ വിളിച്ചു പറഞ്ഞൊരു സന്ദർഭമുണ്ട്. നാഫഖ ഹൻലല എന്ന് പറഞ്ഞുകൊണ്ട്. അബൂബക്കർ റളിയല്ലാഹു ഇത് കേൾക്കുന്നു. നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പ്രവാചകരുടെ സദസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഈമാനിൻ്റെയും തഖ്വയുടെയും വളരെ ഉയർന്ന തലത്തിലാണ് നമ്മൾ ഉണ്ടാവുക. അവിടെ നിന്ന് ഇറങ്ങി അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, കുടുംബത്തിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം കുറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഇത് എൻ്റെയും അനുഭവമാണല്ലോ, നിനക്ക് മാത്രമല്ലല്ലോ. രണ്ടുപേരും കൂടെയാണ് റസൂലുള്ളാഹിയുടെ അടുക്കൽ ഈ വിഷമത്തെക്കുറിച്ച് പറയാൻ വേണ്ടി കയറി ചെല്ലുന്നത്. അവിടുന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഈമാൻ. അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് ഒരു ദീനീ സദസ്സിൽ നിന്ന് ലഭിക്കുന്ന ഈമാൻ അതിൻ്റെ ശരിയായ അളവിൽ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നിലനിർത്താൻ സാധിച്ചാൽ നിങ്ങൾ നടന്നു പോകുന്ന ഓരോ വഴിയിലും അതിൻ്റെ ഓരോ വളവിലും മാലാഖമാർ നിങ്ങളോട് മുസാഫഹത്ത് നടത്തും, നിങ്ങളോട് സലാം പറയും. പക്ഷെ മനുഷ്യർക്ക് അത് അസാധ്യമാണ്. അപ്പം നഷ്ടപ്പെട്ടു പോവാതിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ഒരേ അളവിൽ നിലനിർത്താൻ കഴിയില്ല. ഇത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വിശ്വാസി നിത്യജീവിതത്തിൽ ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. അതിലൊന്ന് വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധമാണ്. ഇന്നമൽ മുഅ്മിനൂൻ, ആരാണ് മുഅ്മിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർണ്ണിക്കുകയാണ്. ഇദാ ദുക്കിറല്ലാഹ്, അവൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവനൊരു വേണ്ടാത്തരത്തിന് ഉദ്യമിക്കുന്നു. അവൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവൻ്റെ ഹൃദയത്തിന് നടുക്കമുണ്ടാകും. പ്രത്യേകിച്ചും അവൻ്റെ ചിന്തകൾ ഇങ്ങനെ താളം തെറ്റിപ്പോകുന്നൊരു സമയത്താണെങ്കിൽ, തിന്മയുമായി ഇങ്ങനെ സമരസപ്പെട്ടു പോകുന്ന സമയത്താണെങ്കിൽ, തിന്മ ചെയ്യാൻ ഉദ്യമിക്കുമ്പോഴാണെങ്കിൽ ഇത്തഖുല്ലാഹ് എന്ന് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ വിശ്വാസിയുടെ ഹൃദയം നടുങ്ങിപ്പോകും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അവൻ്റെ വചനങ്ങൾ, അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ ഈ വിശ്വാസിക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാന, അവിടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എന്തും വരട്ടെ ഞാൻ എൻ്റെ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നവൻ പറയും. അപ്പോൾ വിശുദ്ധ ഖുർആനുമായുള്ള അഭേദ്യമായ ബന്ധമാണ് നമ്മുടെ ഈമാനിനെയും തഖ്വയെയും നമുക്ക് നിലനിർത്താനുള്ള ഒരു ഉപാധി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് എന്ന വിശേഷണത്തിന് വിധേയമായത് അവിടത്തേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മാലാഖമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായി മാറിയത് അദ്ദേഹം വഴിക്കാണ് വിശുദ്ധ ഖുർആൻ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെട്ടത് എന്നതാണ്. വിശുദ്ധ റമദാൻ ഇതര മാസങ്ങളിൽ നിന്ന് പ്രത്യേകമായി നിലകൊള്ളുന്നത് ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ്. ലൈലത്തുൽ ഖദർ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയായി മാറുന്നത് അന്നാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ടാണ്. ഈ ഉമ്മത്ത് ഖൈറു ഉമ്മത്തായി മാറിയതും വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായതുകൊണ്ടാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ഒരു ബർക്കത്തുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ഒരു ബർക്കത്തുണ്ട്. ഈ പറഞ്ഞതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം നമ്മളിൽ ഉണ്ടാവണം. ജൂത ക്രിസ്ത്യാനികൾ അവർക്ക് നൽകപ്പെട്ട വേദങ്ങളൊക്കെ വിസ്മരിച്ചു, അവഗണിച്ചു. അതിന് പകരം നാട്ടിൽ പരത്തപ്പെട്ട കള്ളക്കഥകളാണ് പലപ്പോഴും അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായി, അവിടെ കർമാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി സ്വീകരിച്ചത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് വായിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സദസ്സിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ഭാവഹാവാദികൾ കണ്ടപ്പോൾ അദ്ദേഹം എന്തോ ദുരുദ്ദേശത്തിന് വേണ്ടി സദസ്സിൽ കയറിയുന്നതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ചോദിച്ചു, നീ മുസ്ലിമാണോ?
അല്ല, ഞാനൊരു ജൂതനാണ്. പിന്നെ എന്തിനീ സദസ്സിൽ വന്നിരുന്നു? എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. നീ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പഠിച്ചു വാ. അല്പമാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഈ ചെറുപ്പക്കാരൻ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമായിട്ടാണ് ഇന്ന് അങ്ങയുടെ സദസ്സിൽ വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണം? അദ്ദേഹം പറയുന്ന അത്ഭുതകരമായ കാര്യം, ജൂതന്മാർക്കിടയിൽ ഞാൻ തൗറാത്ത് എന്ന നിലയിൽ എൻ്റെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ചില വചനങ്ങൾ വിതരണം ചെയ്തു, പുസ്തകമാക്കി വിതരണം ചെയ്തു. ഓരോ ജൂതനും അത് വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഒരാൾ പോലും പിന്നീട് എന്നെ കണ്ടപ്പോൾ, നീ തന്നതൊന്നും യഥാർത്ഥ തൗറാത്തിലുള്ളതല്ലല്ലോ, നീ നിന്റെ സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണല്ലോ എന്ന് പറഞ്ഞതുപോലുമില്ല. അവസാനത്തെ ന്യൂ ടെസ്റ്റമെന്റ്, ബൈബിളിൻ്റെ ഏറ്റവും അവസാനത്തെ പതിപ്പ്, അതിൻ്റെ ഭാഷയിൽ ഞാൻ ക്രിസ്ത്യാനികൾക്കിടയിൽ എഴുതി വിതരണം ചെയ്തപ്പോൾ ഒരു ക്രിസ്ത്യാനി പോലും അത് വായിച്ചു നോക്കുകയോ ഇതൊന്നും വേദത്തിലുള്ളതല്ല എന്ന് പ്രതികരിക്കുകയോ ചെയ്തില്ല. ഖുർആൻ എന്ന പേരിൽ മുസ്ലിങ്ങൾക്കിടയിലും ഞാൻ അറബി ഭാഷയിൽ ചില കുറിപ്പുകൾ വിതരണം ചെയ്തു. പക്ഷെ എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓരോ മുസ്ലിമും ഉടനെ തന്നെ പ്രതികരിച്ചു, ഇത് ദൈവവചനങ്ങളല്ല, നീ സ്വന്തം എഴുതി ഉണ്ടാക്കിയതാണ്, നീ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും വിശ്വാസപരമായ വ്യതിയാനം ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നവനാണ് എന്ന് എന്നോട് ആർത്തട്ടഹസിച്ചു. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഖുർആനിൽ കൈകടത്തലുകൾ സാധ്യമല്ല. ഓരോ വിശ്വാസിയും ആ വിഷയത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവനാണ്. നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിൻ്റെ വചനം ഒന്നാമത്തെ അധ്യായം മുതൽക്ക് അവസാനത്തെ അധ്യായം വരെ മനഃപ്പാഠമാക്കിയവരാണ്. അത് നിത്യജീവിതത്തിൽ അവർ പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വിദ്യാർത്ഥിയായിട്ടോ ഒരു അധ്യാപകനായിട്ടോ ഒരു ഉത്തമ മനുഷ്യൻ എന്ന അവസ്ഥയിൽ ഖുർആൻ കൊണ്ട് കയറിക്കൂടാവുന്ന ഒരവസ്ഥയിലാണോ നമ്മളുള്ളത്? വീട്ടിൽ നിന്ന് പഠിക്കാലോ, കേവലമായ പാരായണമല്ല, അതിൻ്റെ അകത്തേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമം ഉണ്ടാവണം, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാവണം. ഈ പറയുന്നത് പോലെ തന്നെയാണോ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കുറ്റബോധം ഉണ്ടാവണം. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വിശ്വാസി ശ്രമിക്കണം. ഇത് നമ്മുടെ ഈമാനെയും തഖ്വയെയും വർദ്ധിപ്പിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരുടെയും കയ്യിൽ അവരുടേതായ മൊബൈലുകളുണ്ട്, അവനവൻ്റെ സ്വന്തം ലോകത്താണുള്ളത്. പക്ഷേ ഓരോ ദിക്കിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഉയർന്ന് കേൾക്കുന്ന ഒരു ചിരിയുണ്ട്. ഒരു അറബി തൻ്റെ ഭാഷയിൽ റീൽസ് തയ്യാറാക്കുമ്പോഴും ആ ഭാഷയിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ച് കേൾക്കുന്ന ചിരി ഒന്നാണ്. മലയാളത്തിലെ റീൽസിൽ നിന്ന് കേൾക്കുന്ന ചിരിയും ഒന്നാണ്. ഇംഗ്ലീഷുകാരൻ്റെ റീൽസിൽ നിന്ന് കേൾക്കുമ്പോഴും ഈ ചിരി ഒന്നാണ്. വ്യാപകമായ വൈറലായൊരു ചിരിയുണ്ട്. ആ ചിരിയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വലത്തെ മുരയിൽ നിന്നും ഇടത്തെ മുരയിൽ നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആൾക്കൂട്ടങ്ങൾ കൂടുന്ന ഓരോ ദിക്കിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിരി നമ്മൾ കാപ്പട്യം പടർത്തും. എപ്പോഴെങ്കിലും കണ്ടുകൂടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഭാഗമായി ഖുർആനെ കൈവിട്ട് ഇത്തരം റീൽസുകളുടെ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ കാപ്പട്യം ഉണ്ടാക്കും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, മനുഷ്യൻ പാപങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും അവൻ്റെ ഹൃദയത്തിൽ ഒരു നുക്തത്തെ, ഒരു പാട് വീഴുമെന്നാണ്. പാപം ചെയ്യുമ്പോഴൊക്കെയും അവൻ്റെ ഹൃദയത്തിലൊരു പാട് വീഴും. ഉടനെ തന്നെ അവൻ ഇസ്തിഗ്ഫാറത്ത് നടത്തുന്നുവെങ്കിൽ ആ പാട് അവിടുന്ന് മാഞ്ഞു പോകും, ഹൃദയം തെളിഞ്ഞതായി മാറും. വീണ്ടും വീണ്ടും അവൻ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഹൃദയം കറുത്തിരുണ്ടുപോകും. ഒരുപക്ഷേ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർക്കോ കൂടെ നിൽക്കുന്നവർക്കോ ഹൃദയത്തിൽ പതിഞ്ഞ ഈ പാപത്തിൻ്റെ കറകൾ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സൃഷ്ടികളിൽ ഒരാൾക്കും കാണാൻ പറ്റാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിൽ പാടുകൾ വീഴ്ത്തും. ആ പാടുകളെ കഴുകി ശുദ്ധീകരിക്കാൻ
ഈമാനിനെയും തഖ്വയെയും പിന്നെയും തെളിമയുള്ളതാക്കാനാണ് ഇസ്തിഗ്ഫാറത്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കണം. തഖ്വയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന വിഭവം. ഹാജിമാരോട് പോകുമ്പോൾ കൂടെ കരുതേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും പറയും, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. നിങ്ങൾ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുക, കൂടെ കൊണ്ടുപോകേണ്ട വിഭവങ്ങൾ വർദ്ധിപ്പിക്കുക. ആ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയാകുന്ന വിഭവമാണ്. തഖ്വയാകുന്ന വിഭവമാണ്. വിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് ഹദീദിലെ ഒരു ആയത്ത്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ ഖുറാസാനിലെ ഒരു കൊള്ളക്കാരൻ, തഫ്സീറുകളിൽ ഈ ആയത്തിന് കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി ഒരു വീടിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കുകയാണ്. വീട് വാതിൽ മുട്ടിയിട്ട് ഒരു അന്തസ്സുള്ളൊരു മനുഷ്യനെ പോലെ അകത്തേക്ക് കയറാനല്ല അവിടെ അനുമതിയോടുകൂടി, അതിന് പകരം വീടിൻ്റെ മുകളിലൂടെ അകത്തേക്ക് ചാടാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ഈ പറയുന്ന സൂറത്ത് ഹദീദിലെ ഒരു ആയത്ത് അദ്ദേഹത്തിന് കേൾക്കാൻ അവസരമുണ്ടായത്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ. ഇത് കേട്ട ഉടനെ അദ്ദേഹം ബലാ വല്ലാഹി ഖദ് ആൻ, അല്ലാഹുവേ അതെ, എനിക്ക് എൻ്റെ ജീവിതത്തെ തിരുത്താനുള്ള സമയമായി. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഹൃദയത്തെ അലങ്കരിക്കാനുള്ള സമയമായി. അദ്ദേഹം ഊർന്നിറങ്ങി അവിടെ നിന്ന്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ പാതവക്കിൽ നിന്ന് ചില അടക്കം പിടിച്ച സംസാരമുണ്ട്. എന്താണ് ഇത്? ഫുളൈൽ ഇബ്നു ഇയാദിൻ്റെ നാടാണ്. ആ കൊള്ളക്കാരൻ്റെ കയ്യിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് മാത്രമല്ല നമുക്ക് നഷ്ടപ്പെടുക, നമ്മുടെ ജീവനും കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നാണ് ആ പറയുന്നത്. ഈ വാക്കും അദ്ദേഹം കേട്ടു തിരിച്ചു പോകുമ്പോൾ. അള്ളാഹുവേ, നിന്റെ ദാസന്മാർ എന്നെക്കുറിച്ച് പറയുന്ന വാക്കുകളാണല്ലോ ഇത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടായി, വലിയ പരിവർത്തനം ഉണ്ടായി, ഖേദമുണ്ടായി. ആ നാട് വിട്ട് അദ്ദേഹം മക്കയിലേക്ക്, ഹറമിലേക്ക് ചെന്നു. അവിടുത്തെ വൈജ്ഞാനിക സദസ്സുകളിൽ നിത്യസന്ദർശകനായി മാറി. പിന്നീട് അറിയപ്പെടുന്ന പണ്ഡിതനും ജഡ്ജുമായി മാറി. ഒരു കൊള്ളക്കാരന്, മരുഭൂമിയിലെ ഒരു കൊള്ളക്കാരന് വിശുദ്ധ ഖുർആന്റെ വചനം ഈ വിധത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയെങ്കിൽ അത്രയൊന്നും ദുഷിപ്പ് ബാധിക്കാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ സ്വാധീനിക്കും. ഈ ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള ചില വചനങ്ങൾ കൂടെയുണ്ട്. യൗമ തറൽ മുഅ്മിനീൻ, ഈ പറയുന്ന സൂറത്ത് ഹദീദിലെ ഈ 16-ാമത്തെ ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള വചനങ്ങൾ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഖിയാമത്ത് നാളിൽ വിശ്വാസികളെയും വിശ്വാസിനികളെയും നിനക്ക് കാണാം. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ പ്രകാശം, അള്ളാഹു അവർക്ക് നൽകിയ പ്രത്യേകമായൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം അവിടെ മുമ്പിലൂടെയും അവിടെ വലതുഭാഗത്തുകൂടെയും അവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഈ പ്രകാശം ഉണ്ടായത്? അള്ളാഹുവിൻ്റെ പ്രകാശം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് വേണ്ടി പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിനകത്ത് അത് പ്രകാശം പരത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രകാശം പരത്തുമ്പോൾ, ആ പ്രകാശം കൂടെ നാളെ പരലോകത്തേക്കും വരും. എന്നിട്ട് ബുഷ്റാക്കുമുൽ യൗം, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. അൽയൗമ ജന്നാത്തും തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം നിങ്ങൾക്കുണ്ട്. ആ സ്വർഗത്തിൽ നിങ്ങൾ അനശ്വരരാണ്, നിത്യന്മാരാണ്. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ വിജയം. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, അന്ന് കപട വിശ്വാസികളും കപട വിശ്വാസിനികളും പറയും ലില്ലദീന ആമനു, വിശ്വാസികളോട്, ഉൻദുറൂന, നിങ്ങൾ ഞങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഞങ്ങളൊന്ന് നോക്കൂ. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങൾക്ക് ലഭ്യമായ പ്രകാശത്തിൽ നിന്ന് അല്പം ഞങ്ങളും കത്തിച്ചെടുക്കട്ടെ. ഖീല ഇർജിഉ വറാഅക്കും, അവരോട് പറയപ്പെടും നിങ്ങൾ പുറകോട്ട് പോവുക. ഫൽതമിസു നൂറൻ, നിങ്ങൾക്ക് പ്രകാശം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തിയ ഒരു ലോകമില്ലേ, അവിടേക്ക് തിരിച്ചു പോവുക. കാപ്പട്യം കാണിച്ചപ്പോൾ ഈ പ്രകാശം അവർക്ക് നഷ്ടപ്പെട്ടു.
അപ്പോൾ വിശുദ്ധ ഖുർആനിനോട്, ആ ഖുർആൻ നൽകുന്ന മൂല്യങ്ങളോട്, അത് നമ്മുടെ മുമ്പിൽ വെക്കുന്ന നിയമസംഹിതകളോട്, വ്യക്തിപരമായ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളോട്, കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങളോട്, സാമൂഹ്യ ബന്ധങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളോട് കാപ്പട്യം കാണിച്ചാൽ ആ പ്രകാശത്തെ അവഗണിച്ചവരായി നമ്മൾ മാറും. സങ്കടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹി റഹ്മ വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു മറ വീഴും. മറയുടെ അകത്താണ് വിശ്വാസികൾ, അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്കുണ്ട്. പുറത്താണ് കപട വിശ്വാസികൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട്. യുനാദൂനഹും, പിന്നെയും അവർ ഈ മറക്ക് പുറത്തുകൂടെ വിളിച്ചു പറയും, അലം നക്കും മഅക്കും. ആര്? കപട വിശ്വാസികൾ വിശ്വാസികളോട്, നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരല്ലേ, അലം നക്കും മഅക്കും, നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരല്ലേ. ഖാലു ബല, അതെ. വലാകിന്നക്കും ഫതൻതും അൻഫുസക്കും, പക്ഷേ നിങ്ങൾ വിശ്വാസികൾ പറയണം, നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ചില പരീക്ഷണങ്ങൾ നടത്തി, ചില കുഴപ്പങ്ങളും ഫിത്തറുകളും നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ജീവിതത്തിൽ. വതറബ്ബസ്തും, വിശ്വാസികൾക്ക് എപ്പോഴും നഷ്ടവും പരാജയവും ഉണ്ടാകാൻ നിങ്ങളിങ്ങനെ കാത്തുകൊണ്ടേയിരുന്നു. വർത്തബത്തും, നിങ്ങൾ അതിങ്ങനെ നിരീക്ഷിച്ചു, അതിങ്ങനെ ദീനിൻ്റെ ഓരോ വിഷയത്തിൽ നിങ്ങൾ സംശയം വെച്ച് പുലർത്തി. വർത്തബത്തും, ദീനിൻ്റെ ഓരോ വിഷയത്തിൽ നിങ്ങൾ സംശയം വെച്ച് പുലർത്തി. വഗറത്തുക്കുമുൽ അമാനിയു, പ്രതീക്ഷകൾ നിങ്ങളെ വഞ്ചിച്ചു. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ രക്ഷപ്പെടും. നമ്മൾ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ രക്ഷപ്പെടുമെന്ന നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളെ വഞ്ചിച്ചു. ഹത്താ ജാഅ അംറുല്ലാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ അമ്രു വന്നു. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദ്യത്തുൻ വലാ മിനല്ലദീന കഫറു, ഇന്ന് നിങ്ങളിൽ നിന്നോ കപടവിശ്വാസികളിൽ നിന്നോ പൂർണ്ണമായും ഈ സത്യത്തെ നിഷേധിച്ച കുഫാറുകളിൽ നിന്നോ ഒരു തരത്തിലുള്ള പ്രായശ്ചിത്വം സ്വീകരിക്കുകയില്ല. മഅ്വാകുമുന്നാർ, നിങ്ങളുടെ സങ്കേതം നരകമാണ്. ഹിയ മൗലാക്കും, ആ നരകമാണ് നിങ്ങളുടെ മൗല. വിശ്വാസികളുടെ മൗല അള്ളാഹുവാണ്. വിശ്വാസികളുടെ മൗല അള്ളാഹുവാണ്. സത്യനിഷേധികളുടെ മൗല നരകമാണ്. വബിഇസൽ മസീർ, അതെത്ര മോശമായ സങ്കേതമാണ്. അതിനുശേഷമാണ്, ഈ ആയത്തുകളുടെ ശേഷമാണ്, അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായില്ലേ, അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ച് സ്മരണ നടത്തി, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങളെ ഖുശൂ കൊണ്ട് അലങ്കരിക്കാൻ. വമാ നസല മിനൽ ഹഖ്, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഈ ഹക്കായ വേദമൂലവും, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബൽ, നേരത്തെ വേദം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികളെ പോലെ ആവാതിരിക്കാനും. ഞാൻ നേരത്തെ പറഞ്ഞു, വേദങ്ങളെ അവഗണിച്ചു. അവർ വേദങ്ങളായി സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ എഴുതി ഉണ്ടാക്കി, അത് വേദത്തിൻ്റെ ഭാഗമാണെന്ന് പ്രചരിപ്പിച്ചു. പിന്നീട് വന്ന സമൂഹം അതാണ് വേദം എന്ന് തെറ്റിദ്ധരിച്ച് അത് കൂടെ കരുതി. അങ്ങനെയുള്ളവരെ പോലെ ആവാതിരിക്കാൻ ഫഖാല അലൈഹിമുൽ അമദ്, കാലം ദീർഘിച്ചപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ കടുത്തുപോയി. നമ്മളും വേദക്കാരാണ്. നമ്മുടെ വേദം ഏതാണ്? ഖുർആനാണ്. ഈ ഖുർആനെ അവഗണിക്കുകയും നമ്മൾ തോന്നും പോലെ ജീവിക്കുകയും അങ്ങനെ കാലം ദീർഘിക്കുകയും ചെയ്താൽ നമ്മുടെ ഹൃദയം കടുത്തുപോകും. പിന്നെ അവിടേക്ക് ഈമാൻ കയറി വരില്ല, ഖുശൂ കടന്നു വരില്ല, തഖ്വ കടന്നു വരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് തഖ്വ കൈമോശം വന്നു പോവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടാവണം. ഹുദല്ലിൽ മുത്തഖീൻ എന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞല്ലോ. ഖുർആൻ ആർക്കാണ് ഹുദയായി മാറുക? മുത്തഖീങ്ങൾക്കാണ്. അതിൻ്റെ കുറേ തഖ്വയുടെ കുറേ ഫളായിലുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ, ആരാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തഖ്വയോടുകൂടി ജീവിക്കുന്നത്? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധികളെ വിധികളായി പാലിക്കുക, അവൻ വിലക്കിയതിൽ നിന്ന് പാടെ വിട്ടു നിൽക്കാൻ ജാഗ്രത കാണിക്കുക. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. യജ്അൽ ലഹു മഖ്റജ, അങ്ങനെയുള്ളവൻ അള്ളാഹു ഒരു പുറപ്പാട് മഖ്റജ് നൽകും. പ്രതിസന്ധികൾ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തഖ്വ മൂലം അള്ളാഹു അവന് ആ പ്രതിസന്ധികൾക്കിടയിൽ ആശ്വാസം നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിക്കവൻ അള്ളാഹു അവന് റിസ്ഖ് നൽകും. ലഭിച്ച റിസ്ഖിൽ അള്ളാഹു അവന് ബർക്കത്ത് നൽകും. വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, വല്ലവനും തഖ്വ കാണിച്ചാൽ, അള്ളാഹുവിനോട് തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. വമൻ യത്തഖില്ലാ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅദിം ലഹു അജ്റാ, തഖ്വ പുലർത്തിയാൽ അള്ളാഹു അവൻ്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും, അവന് മഹത്തായ
പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്കാണ് വിജയം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇങ്ങനെ അനേകം ആയത്തുകൾ, പ്രവാചകരുടെ വചനങ്ങൾ തഖ്വയെക്കുറിച്ചുണ്ട്. അള്ളാഹു തഖ്വയോടുകൂടി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരന്മാരെ, മുത്തഖീങ്ങളായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉപദേശിക്കുകയാണ്. രണ്ടാമത്തെ ഖുതുബയിൽ പുതിയൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും പവിത്രമായൊരു മാസത്തേക്ക്. ദുൽഹിജ്ജ മാസത്തിലെ 10-ാം തീയതിയാണ് ബലിപെരുന്നാൾ, ഈദുൽ അദ്ഹ. വിശ്വാസികളായ ആളുകൾ ആ ദിവസങ്ങളൊക്കെയും തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദിവസങ്ങളായി കാണുകയും ആ ദിവസങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ആ കൂട്ടത്തിലൊന്നാണ് ഉളുഹിയ്യത്ത്, ബലിയർപ്പിക്കൽ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം മകനെ തന്നെ ബലിയറുക്കാൻ സന്നദ്ധമായതിൻ്റെ ഒരു ഓർമ്മ കൂടെയാണ്, ഒരു പകർത്തൽ കൂടെയാണ് നമ്മൾ നടത്തുന്ന ഉളുഹിയ്യത്ത്. അപ്പോൾ വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുക. നമ്മുടെ മസ്ജിദ് റഹ്മയുടെ ഭാഗമായി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു വിഹിതത്തിന് 10,000 രൂപ, 7 വിഹിതങ്ങൾ വരെ ആവാം. അങ്ങനെ 7 വിഹിതങ്ങൾ വരുന്ന ഒരു വിഹിതത്തിൽ 10,000 രൂപയാണ് ഒരു വിഹിതം. ഒരാടിനെയാണ് നമ്മൾ അറക്കുന്നതെങ്കിൽ 15,000 രൂപയാണ് ഒരാൾ നൽകേണ്ടത്. അപ്പോൾ സാമ്പത്തികമായി അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള ആളുകൾ ഈ വിഷയങ്ങളിലൊക്കെ സജീവമാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കറക്ഷൻ ഈ ചുറ്റുഭാഗത്ത് തന്നെയുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ളതാണ്, രോഗികളെയും മറ്റുള്ളവരെയും ഒക്കെ സഹായിക്കാനുള്ളതാണ്. മൂന്നാമത്തത്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ച ഒന്നാമത്തെ ഖുതുബയിൽ വെളിച്ചം പദ്ധതി എന്ന പേരിൽ നമ്മുടെയൊക്കെ നാടുകളിൽ വിശുദ്ധ ഖുർആൻ്റെ ചില അധ്യായങ്ങൾ അതിൻ്റെ പരിഭാഷയും വ്യാഖ്യാനത്തോടു കൂടി ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുകയും ചില പരീക്ഷകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പരീക്ഷ നടത്തുന്നത് ആളുകൾക്ക് വായിക്കാനുള്ള ഒരു പ്രോത്സാഹനവും അവസരവുമാക്കി മാറ്റുക. സമ്മാനങ്ങളൊക്കെ അത്രേ കാണേണ്ടതുള്ളൂ. ഖുർആൻ കൂടുതൽ വ്യാപകമായി ആളുകൾക്കിടയിൽ പഠിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് അതിൻ്റെ താല്പര്യം. അതിൻ്റെ കുറച്ച് കോപ്പികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ സംഘടനയുടെയൊക്കെ കൂടെ വളർത്താൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും ഒരു വേനൽ അവധിക്കോ ക്രിസ്മസ് ഓണം പോലെയുള്ള അവധിക്കാലത്തോ നമ്മൾ 1-2 ദിവസം നമ്മുടെ കുട്ടികളെ കൂടെ ഇരുത്തി അവർക്ക് ദീൻ പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവില്ല. ഈ കാലത്ത് നിരന്തരമായി അവർക്കിതിലിങ്ങനെ ആവശ്യമായ വെളിച്ചം കിട്ടണം. അതുകൊണ്ട് നമ്മുടെ വീടിനകത്ത് ഖുർആനെ കുറിച്ചുള്ള ചർച്ചകളുണ്ടാവണം. നാട്ടിൽ ആദരിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് ബഹുമാനപൂർവ്വം സംസാരിക്കപ്പെടണം. പള്ളിയിലൊരു ഇമാമിനെക്കുറിച്ച്, ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ, ഒരു അനുഭവം എന്നുള്ള എനിക്ക് പറയല്ല. പള്ളിയിലെ ഇമാമിനെക്കുറിച്ച്, മഹല്ലിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെക്കുറിച്ച് മോശമായ സംസാരം നമ്മുടെയൊക്കെ വീടിനകത്തുണ്ടായാൽ അത് കേൾക്കുന്ന മക്കൾ അത്തരം സംഘടനാ സംവിധാനങ്ങളിൽ നിന്ന്, ദീനിൽ നിന്ന് തന്നെ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദീനുമായി ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ബാപ്പയും ഉമ്മയും ഒക്കെ ബഹുമാനപൂർവ്വം അവരെക്കുറിച്ച് പറയുക. ദീനീ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനത്തോടു കൂടി പറയുക. മക്കളെ ഇത്തരം സംഘടനാ സംവിധാനത്തിലൂടെ വളർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വലിയൊരളവോളം ഒരു കെട്ടുപോലെ, ഒരു ചങ്ങലക്കെട്ട് പോലെ, ഞാൻ ഇന്ന ആദർശത്തിൻ്റെ, ഇന്ന നിലപാടിൻ്റെ വക്താവാണ്, അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘത്തിൻ്റെ ഭാഗമാണ്, ഞാൻ മോശമാകാൻ പാടില്ല എന്നൊരു ചിന്ത നമ്മുടെ മക്കളിലുണ്ടാകും. അങ്ങനെ ദീനിൻ്റെയൊക്കെ ഒരു ചുറ്റുപാട് വളർത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. കെട്ടിടങ്ങളിൽ നിന്ന് വീണ്, മരത്തിൽ നിന്ന് വീണ് എല്ലാം അവസാനിച്ചു എന്ന അവസ്ഥയിൽ ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്. ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത വിധം.
അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ ബാധിച്ചിട്ട് സർജറി നടത്താൻ, ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കാശില്ലാതെ മറ്റുള്ളവരുടെ സഹായങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗികളുണ്ട്. ഞങ്ങളുടെ ഒന്നും കാര്യം ഞങ്ങൾ ആരോടാണ് പറയേണ്ടത് എന്ന് വിഷമിച്ച്, സാമ്പത്തികമായ പ്രയാസങ്ങൾ, മറ്റ് വിഷമങ്ങൾ, ഞങ്ങൾക്കൊക്കെ വേണ്ടി ആരെങ്കിലുമൊക്കെ ദുആ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമെന്നാഥാ. അള്ളാഹുവേ, സാമ്പത്തികമായി വിഷമിക്കുന്ന ആളുകൾക്ക് നീ എല്ലാവിധത്തിലുമുള്ള ആശ്വാസം പ്രദാനം ചെയ്യണേ റബ്ബേ. കുടുംബത്തിൽ, തൊഴിലിടങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നീ സന്തോഷവും കൺകുളിർമയും പ്രദാനം ചെയ്യണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുജനങ്ങൾ, സഹോദരി സഹോദരന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, കൂടെ പ്രവർത്തിച്ചിരുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും നാളെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യണമെന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين.